നിലേഷ് ഒരു കോൺവെർസേഷനിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. തിരക്കഥ എന്ന് പറയുന്നത് ഒരു വായിച്ച് ആസ്വദിക്കേണ്ട കാര്യമല്ല എന്നും, അത് ടെക്നീഷ്യൻസിനുള്ള ഒരു ക്യൂ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു റെഫറൻസ് മാത്രമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്രയ്ക്ക് ചെറിയ റോളാണ് ഒരു അത് സ്ക്രിപ്റ്റിനുള്ളത്? ചെറുതല്ല, വലുതായതുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്. ചെറിയ റോളായിട്ടല്ല. അതിപ്പം ഞാൻ കരുതിപ്പം അതൊരു വിഷ്വലിന് വേണ്ടിയിട്ട് എഴുതപ്പെടുന്ന ഒരു 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 പ്ലാനാണ് അത്. അതിന് വളരെ റോളുണ്ട്. അത് തെറ്റായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാതിരിക്കാനാണ് പലപ്പോഴും അങ്ങനെ പറയുന്നതടക്കം. നമ്മളിപ്പം ഞാനൊരു പടം ചെയ്യുമ്പോൾ ഞാനും ശ്യാമുമായിട്ടുള്ള ഡിസ്കഷനിൽ നിന്നാണ് ഡിസ്കഷൻ ഉണ്ടായി വരുമ്പോൾ ശ്യാം എനിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പലതും അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അത് എൻ്റെ സെൻസിബിലിറ്റിയും കൂടെ വെച്ചിട്ടായിരിക്കും പലപ്പോഴും അത് ആ സീൻ വേറൊരാൾ വായിക്കുമ്പം എ ബി സി ഓരോ ക്യാരക്ടർ വായിക്കുമ്പോഴും ഓരോ തരത്തിലാണത് ഫീൽ ചെയ്യപ്പെടുന്നത്. അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ ഇപ്പം വായനയുടെ സ്വാതന്ത്ര്യം വേറൊന്നാണ്. നമുക്ക് വിഷ്വലിലേക്ക് വരുമ്പോൾ അതല്ല, കുറച്ചും കൂടെ സ്പെസിഫൈഡ് ആവണം, നമ്മൾ സ്പെസിഫൈഡ് ആവേണ്ടതുണ്ട്. അപ്പം അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മളതിനെ അങ്ങനെ പറയുന്നത്. ഇതൊരു ഡയറക്ടർക്കുള്ള നോട്ടായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെക്നിക്കൽ നോട്ടായിട്ടാണ് നമ്മളതിനെ കാണേണ്ടതുള്ളൂ. അല്ലാണ്ട് നമ്മൾ എഴുതുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല. പക്ഷേ അതല്ല അതിൻ്റെ പ്രധാന ധർമ്മം ആ വിഷ്വൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാനാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ്. അത് തെറ്റായി ആരും തരും. ഞാൻ ആക്ടേഴ്സിനൊക്കെ വായിക്കാൻ കൊടുക്കൽ കുറവാണ്. വളരെ ആരെങ്കിലും നിർബന്ധിച്ചാലാണ് ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാനായിട്ട് കൊടുക്കൽ. നറേറ്റ് ചെയ്യാണ് ചെയ്യുക. നേരിട്ടത് ആ സീൻ നമ്മൾ നറേറ്റ് ചെയ്യുകയോ പതുക്കെ അത് അപ്പോഴാണ് നമുക്ക് അവർക്ക് എന്ത് മനസ്സിലായി എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇവർ ആക്ടേഴ്സ് അവരവരുടെ ഒരു സെൻസിബിലിറ്റിയിലായിരിക്കും വായിച്ചു പോവുക. അപ്പം അത് ഇങ്ങനെ റോങ് ആയിട്ട് പലതും ഉൾക്കൊള്ളാനും അതിലേക്കൊക്കെ പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് ഗ്രാജുവലായിട്ടുള്ള ഒരു ഇംപ്രവൈസേഷൻ്റെ സാധ്യതയും കൂടെ കണ്ടുകൊണ്ടാണ് അത് ചെയ്യുന്നത്. നമുക്ക് ഈ ബൗണ്ട് സ്ക്രിപ്റ്റിൽ നിന്ന് ഒരുപാട് ഇംപ്രവൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് ഒരുപാട് ഇംപ്രവൈസ് ചെയ്യപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് മഹേഷ് തൊണ്ടി മുതലൊക്കെ വളരെയധികം ഷൂട്ടിംഗ് പ്രോസസ്സിൽ ഇംപ്രവൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള സിനിമയാണ്. മഹേഷിൻ്റെയൊക്കെ സെക്കൻഡ് ഹാഫിൽ ഒരുപാട് സീനുകൾ ഉപേക്ഷിക്കുകയും പുതിയ സീനുകൾ ഒരുപാട് ആഡ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഷൂട്ടിംഗ് പ്രോസസ്സിൽ. ഞാൻ എല്ലാ പടങ്ങളും ലീനിയറായിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എപ്പോഴും പ്രായോഗികമാവണമെന്നില്ല, പക്ഷേ എനിക്ക് ഈ 3 പടങ്ങൾ അങ്ങനെ സാധിച്ചു. അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്തിങ്ങനെ ഗ്രാജുവലി ഒരു കുറച്ച് ടീമുകൾ നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഗ്രാജുവലി നമ്മളൊരു ഈ റെഫറൻസ് വെച്ച് ഇങ്ങനെ സിനിമ ഉണ്ടാക്കിക്കൊണ്ട് വരുവാണ്. നമുക്ക് ആ സിനിമ കണ്ടാണ് നമ്മളും വരുന്നത്, ആ ഒരു എല്ലാ ആക്ടേഴ്സും എല്ലാം. അപ്പോൾ അതിങ്ങനെ പതുക്കെ നമ്മൾ അതിനനുസരിച്ച് നല്ല സാരമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഈ പടങ്ങൾ. അല്ല, അങ്ങനെയല്ല മാറ്റം നമുക്ക് എന്തിന് മറ്റേ സാധനം ഉണ്ടല്ലോ അവിടെ. അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പലതും ഇപ്പം നമ്മൾ എന്തിനാണ് ഇപ്പം നമ്മളിപ്പോൾ ഒരു സീൻ അവിടെ എഴുതിയിരിക്കുന്നത് എയും ബിയും എന്ന് പറയുന്ന 2 ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു റിലേഷൻ സാധിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവിടെ ഒരു ചിലപ്പോൾ ഒരു 3 സീൻ എഴുതിയിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ സീൻ എടുക്കുമ്പോൾ തന്നെ ആ റിലേഷൻ സാധ്യമാകും. പിന്നെ നമുക്ക് ആ സിനിമയുടെ കഥ പറയാൻ വേണ്ടി ബിയും സിയും ചിലപ്പം വേസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ ആ റിലേഷൻ ഗ്രോത്തിന് വേണ്ടി അത് അനാവശ്യമായിരിക്കും ആ പ്ലോട്ടിൻ്റെ ഗ്രോത്തിൽ. ചിലപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത് ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു വൈരാഗ്യം ഉണ്ടാവണം, എയും ബിയും തമ്മിൽ. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 സീൻ എഴുതിയിരുന്നു. പക്ഷേ 2 സീൻ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവണം നമ്മൾ ഉദ്ദേശിച്ച ഒരു ഇൻറ്റൻസ് പെർഫോമൻസ് കൊണ്ടോ അതിൻ്റെ കുറവുണ്ടോ, അല്ലെങ്കിൽ നമ്മളത് പ്രായോഗികമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്ത് എടുത്തപ്പോഴത്തേക്കും നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പക്ഷേ അത് അച്ചീവ് ചെയ്താലേ ഉള്ളൂ കഥയ്ക്ക് മുമ്പോട്ട് വളർച്ചയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പലതും ആഡ് ഓൺ ചെയ്യേണ്ടി വരും. ഇത്തരത്തിലുള്ള എല്ലാ ഇംപ്രവൈസേഷനും സാധ്യമാകുന്നത് ഈ ആക്ടേഴ്സ് എത്രത്തോളം കംഫർട്ടബിൾ. ഞാൻ ചോദിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് കിട്ടിയ ഡയലോഗ് കാണപ്പാടും പഠിച്ച് അവതരിപ്പിക്കുന്നു, അതിന് പകരം ഉൾക്കൊണ്ട് ചെയ്യുന്നു. അതപ്പോൾ ഈ ആക്ടേഴ്സും ഈ ഒരു പ്രോസസ്സിൽ കംഫർട്ടബിൾ ആവണം. തീർച്ചയായിട്ടും അങ്ങനെ കംഫർട്ടബിൾ ആകാൻ പറ്റുന്നുണ്ട്, എല്ലാവർക്കും പറ്റും. നമ്മളതിങ്ങനെ അവരതിലേക്ക് എത്തിക്കാറുണ്ട്. നമ്മളിപ്പം ഇപ്പം അവർ വായിക്കാതെ നമ്മൾ ആ സീൻ അവരെ എക്സ്പ്ലെയിൻ ചെയ്ത് അവരെ കൊണ്ട് സംസാരിപ്പിച്ച് പലപ്പോഴും നമ്മുടെ ഡയലോഗുകൾ തന്നെ ആയിരിക്കും, പക്ഷേ ആക്ടേഴ്സിന് പെർഫോം ചെയ്യുമ്പോൾ തോന്നും അത് അവരായിട്ട് പറഞ്ഞ ഡയലോഗ് പോലെ അവരെ തോന്നിപ്പിക്കുന്നൊരു പ്രോസസ്സ്. അത് ഇൻട്രസ്റ്റിംഗ് ആണത്. അതെ, ഉറപ്പായിട്ടും ഞാൻ പറയുന്നത്, നമുക്കിപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ ലൈറ്റപ്പിന് എടുക്കുന്ന സമയം പോലെ ഒരു ഷോട്ട് പെർഫോം ചെയ്യാനും നമ്മൾ സമയം എടുക്കാറുണ്ട്. അതിൻ്റെ റിഹേഴ്സൽ ഇപ്പോൾ തൊണ്ടിമുതലൊക്കെ ചെയ്യുന്ന സമയത്ത് രാവിലത്തെ കോൾ ഷീറ്റ് ബാക്കി യൂണിറ്റുകാർക്കൊന്നും രാവിലത്തെ കോൾ ഷീറ്റ് ഇല്ല. രാവിലെ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സും ആക്ടേഴ്സുമാണ് ഏറ്റവും ആദ്യം വരേണ്ടത്. അവരൊക്കെ 9-10 മണിയാകുമ്പോഴത്തേക്ക് എത്തിയാൽ മതി. കാരണം രാവിലെ ഇവർ വന്നിട്ട് ആക്ടേഴ്സും അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സുമായിട്ട് ഫുൾ റിഹേഴ്സൽ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഷോട്ട് ഏതാണെന്നൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ടെക്നിക്കൽ പണികൾ പിന്നേ വരുന്നുള്ളൂ, റിഹേഴ്സൽ കാര്യമായിട്ട് നടക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം ഒരു 5-6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഷൂട്ട് നിർത്തിയിട്ട് പിന്നെ ബാക്കി എല്ലാവർക്കും പോകും. ആക്ടേഴ്സും അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സും നിന്നിട്ട് നമ്മൾ വീണ്ടും റിഹേഴ്സൽ ചെയ്ത് നാളെ എടുക്കേണ്ട സീനുകൾ റിഹേഴ്സൽ ചെയ്ത് ഒരു പാകത്തിൽ എത്തിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിലൊരു ഉറപ്പ് വരുത്തിയിട്ടാണ്
നമ്മൾ പോവുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ അത് എടുക്കുന്നത്. ആ പ്രോസസ്സിൻ്റെ ഭാഗമാകാൻ പക്ഷേ ആക്ടേഴ്സിന് ഭയങ്കര താല്പര്യമാണ് പലപ്പോഴും. എൻ്റെ അനുഭവത്തിൽ ഇതുവരെ ആരും വർക്ക് ചെയ്ത ഒരു എല്ലാവർക്കും ഭയങ്കര അത് ആദ്യം ഒരു കൺഫ്യൂഷൻ. ചിലവരൊക്കെ സീനിയർ ചിലപ്പം അങ്ങനെ ഒരു സ്ട്രക്ചറിൽ നിന്ന് മാറിയിട്ട് ചെറുത് വരുമ്പോഴത്തേക്കും 2-3 ടേക്കൊക്കെ വരുമ്പോൾ പക്ഷേ അവർ പെട്ടെന്ന് തന്നെ വർക്ക് ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര രസമുള്ള പ്രോസസ്സാണ്. ആക്ടേഴ്സിനാണ് അത് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ.